ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ എഗ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അറിയുന്നൊരു റെസിപ്പി തന്നെ ആയിരിക്കും, അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിതപ്പോൾ ഒരു 1/2 കിലോനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നൂഡിൽസ്. അതിൻ്റെ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കുന്നില്ല, അതിന്ന് പകുതിയാണ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ ഒരു പാക്കറ്റ് 1/2 kg പാക്കറ്റായിരുന്നു, അതിന്ന് പകുതിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് വെച്ചാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഇതിങ്ങനെ കുറച്ച് ഡബിളായിട്ട് വരുമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ വെള്ളം വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കിയെടുക്കരുത്, അപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഒന്നങ്ങ് തിളച്ച് വന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് ഇടയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു നൂഡിൽസ് ഒരു 6 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഓരോ നൂഡിൽസിൻ്റെ ബ്രാൻഡിനനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, സമയം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ആ നൂഡിൽസ് എത്ര നേരം വേവിക്കണം എന്നുള്ളത്. അത് നോക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന നൂഡിൽസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളമാണെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ കട്ട പിടിച്ച് ഇരിക്കും കേട്ടോ, ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഓയിൽ ആ നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്ത ശേഷം നല്ലപോലെ ചൂടാറിയ ശേഷം നമുക്ക് ഒരു ബോക്സിലാക്കി അടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2-3 ദിവസം വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുട്ട വേണം. നമുക്ക് ഇഷ്ടമുള്ളത്ര മുട്ട എടുക്കുക. ഞാനിപ്പോൾ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കുക. ഞാനൊരു വലിയ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, അതും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ കുരുവും വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കുക. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അളവിലും ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ കയ്യിലുള്ളവർ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ച് കൊടുത്ത പാടന്നെ ഒരുപാടങ്ങ് കുത്തി ഇളക്കി ഇത് നല്ല പൊടിഞ്ഞു പോകരുത് കേട്ടോ. കുറച്ച് വലിയ വലിയ പീസായിട്ട് വേണം നമ്മളിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട്. പതിയെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വലിയ പീസായിട്ട് തന്നെ ഇത് നല്ല രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് നേരം ഈ പാനിലിട്ടിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കുകയും ചെയ്യരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നൂഡിൽസ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതുകൊണ്ട് അത് ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളിൽ തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്നങ്ങ് കുറച്ച് വെക്കുക. എന്നിട്ട് ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞ ശേഷം ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരിട്ട് വഴറ്റിയെടുക്കരുത്, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ആ പച്ചക്കറികൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരിക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സോസുകളിൽ ഉപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ.
നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികളും മുട്ടയൊക്കെ ഒരുപോലെ നൂഡിൽസിൽ നല്ലപോലെ ഉണ്ടാവുമ്പോഴാണ് ഈ നൂഡിൽസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നൂഡിൽസ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പച്ചക്കറികളും മുട്ടയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് അളവിലും മാറ്റം വരുത്തുക. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഒരു 1.5 ടീസ്പൂണോളം ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എഗ് നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാതെയാണ് ഉണ്ടാക്കിയിരുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ്. സോസുകൾ കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്നങ്ങ് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കുക. ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് മാത്രമേ തക്കാളി ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്തുടഞ്ഞു പോണ ഒരു വെജിറ്റബിൾ ആണല്ലോ തക്കാളി. അതുകൊണ്ട് തക്കാളി ചേർത്ത് ജസ്റ്റ് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് വീണ്ടും മിക്സാക്കി എടുക്കുക. ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ലപോലെ കൂട്ടി തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നൂഡിൽസ് ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ഇനിയാണ് മിക്സിങ് ശരിയായിട്ട് നടക്കേണ്ടത്. ഇനി ഈ നൂഡിൽസിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ 2 സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ 2 ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ഇതുപോലെ 2 കൈയും ഉപയോഗിച്ച് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അങ്ങ് മിക്സാക്കി എടുക്കാനും പറ്റും കേട്ടോ. നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അടിഭാഗത്തൊക്കെ നല്ലോണം മസാല എടുക്കുന്നുണ്ടാവും. അതെല്ലാം ഈ നൂഡിൽസിൽ പിടിക്കുന്ന വിധത്തിൽ തന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്നതിനേക്കാട്ടിലും അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നൂഡിൽസ് എന്നുള്ളത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം മക്കൾക്കാണല്ലോ. അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ അളവ് ഒന്ന് കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എഗ് നൂഡിൽസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.